ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 1 ശനിയാഴ്ചയാണ്. പക്ഷേ ഇന്ത്യൻ വിപണി ഇന്ന് ആസ് യൂഷ്വൽ നോർമൽ ഓപ്പൺ ആണ്. കാരണം ഇന്ന് ഇന്ത്യയുടെ ബജറ്റ് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ദിവസമാണ്. സാധാരണ ട്രേഡിംഗ് സമയം തന്നെയാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. വളരെ ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേയാണ്. കാരണം ജനുവരി സീരീസ് കഴിഞ്ഞു, ഫെബ്രുവരി സീരീസ് തുടങ്ങി. വെള്ളിയാഴ്ച ഇന്നലെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ തന്നെ ഇന്നലെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു നൽകിയത്. നിഫ്റ്റിയിൽ ഇന്നലെ 255 പോയിന്റ് കൂടിയിട്ട് 23,500 മുകളിൽ ക്ലോസിംഗ് നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. PSE സെൻസെക്സിലും 740 പോയിന്റ് റാലിയാണ് ഇന്നലെ കണ്ടത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും ഒക്കെ തന്നെ ഇന്നലെ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു. 1,188 കോടി രൂപ. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,232 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെയും മാർക്കറ്റ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,270 വരെ വന്നതിന് ശേഷം വീണ്ടും കൃത്യമായിട്ടുള്ള ബൈയിങ്ങോട് കൂടിയാണ് ഡേ ഹൈയിലാണ് ഇന്നലെ മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് 5ാമത്തെ ദിവസമാണ് നമുക്ക് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ലഭിച്ചത്. മാർക്കറ്റിലെ സ്ട്രെങ്ത് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള കോൺഫിഡൻസ് അത് വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് FIIസിൻ്റെ സെല്ലിംഗ് നിൽക്കുന്നിട്ടില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ടത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്നലെ വന്ന എക്കണോമിക് സർവേയിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്നത്. ട്രംപ് ഫെബ്രുവരി 1 തന്നെ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ 25% താരിഫും അതുപോലെ തന്നെ ചൈനയ്ക്ക് 10% താരിഫുമാണ് പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ നിന്നുള്ള വക്താക്കൾ തന്നെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഏതായാലും ട്രംപ് സാറ്റർഡേ തന്നെ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ 25%, 10% ചൈന ഗുഡ്സിനും മീൻസ് അവരുടെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റായിട്ട് തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റ് ഇടിവോടുകൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നാസ്ഡാക്കിലും അതുപോലെ ഡോ ജോൺസിലും ഒക്കെ തന്നെ ഇടിവോടുകൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു അലടികൾ കണ്ടേക്കാം. ഇന്ന് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബജറ്റ് തന്നെയാണ്. സോ ബജറ്റിൻ്റെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ബജറ്റിന് മുമ്പ്, ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ്, ബജറ്റിന് ശേഷവും എന്നുള്ളതാണ്. ബജറ്റിന് മുമ്പ് ഇന്നലത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ഈ ഒരു ഗ്ലോബൽ ട്രെൻഡ് മൈനസ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡിസ്കഷൻ വന്നേക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇന്നലത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 23,500 മുകളിലാണ് നിഫ്റ്റി ഉള്ളത്. 23,600 മുതൽ 700 വരെയെങ്കിലും നിഫ്റ്റി പോകാനുള്ളൊരു ശ്രമം നടത്തിയേക്കാം. സോ 23,700 അതേസമയം ഡൗൺ സൈഡിൽ 23,200 to 300 എന്ന് പറയുന്ന ആ ഒരു 100 പോയിൻ്റ് റേഞ്ച്, 23,200 to 23,300 ഡൗൺ സൈഡിലും 23,600 to 23,700 അപ്പർ സൈഡിലുമുള്ള ഒരു ട്രിഗറാണ് പ്രീ ബഡ്ജറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രിഗർ ഉള്ളത്. അതേസമയം ബഡ്ജറ്റിന് ശേഷം നമുക്ക് ബഡ്ജറ്റിലെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡ്രാസ്റ്റിക് വോളറ്റൈൽ മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. വളരെ നല്ല രീതിയിലുള്ള ബജറ്റോ അല്ലെങ്കിൽ അത് ബജറ്റ് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് മുകളിലേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു 24,000 വരെയുള്ള ഒരു റാലിയൊക്കെ കണ്ടേക്കാം. അതേസമയം ഡൗൺ സൈഡിൽ നമുക്ക് 22,800 to 23,000 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ടുള്ളത്. ഇനി ഇന്നലത്തെ എക്കണോമിക് സർവേയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും GDP അനുമാനം 6.3-നും 6.8% ഇടയിലായിരിക്കും എന്നാണ് അടുത്ത വർഷത്തെ GDP ഗ്രോത്ത് പറയുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. കഴിഞ്ഞ വർഷം 6.4%-നും 6.5% ഇടയിലായിരുന്നു. എക്കണോമിക് സർവേയിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് റെഗുലേഷൻസ് കുറച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ള രീതിയിലാണ്. പല രംഗത്തും അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടേക്കാം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഏർണിങ്സ് സ്റ്റേബിളായിട്ട് വരുന്നുണ്ടെങ്കിലും വേജ് റേറ്റിൽ IT-യുടെ അടക്കം ശമ്പള നിരക്ക് വർദ്ധിക്കുന്നില്ല എന്നുള്ള കൺസേണും വന്നിട്ടുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ നഷ്ടം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മെഷേഴ്സിലേക്ക് ഗവൺമെൻറ് നീങ്ങേണ്ടി വരും. അതിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കാര്യങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. SME അതായത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിൻ്റെ റോള് ഇന്ത്യൻ എക്കോണമിയിൽ കൂടി വരുന്നു എന്നുള്ളത് പറയുന്നു. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണെന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നു. അതിന് പുറമെ പ്രൈവറ്റ് സെക്ടറിൻ്റെ റോള്
ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിനും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ടെക്നോളജി അപ്ഗ്രഡേഷൻസ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ എക്കണോമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ കൃത്യമായിട്ട് ബിസിനസ് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ റൂള്. അപ്പം റിസ്ക് ബേസിലുള്ള കൺട്രോൾ അല്ലാതെ അനാവശ്യമായിട്ടുള്ള പൊല്യൂഷൻ, റെഗുലേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിനു പുറമെ ഇന്ത്യ കോമ്പീറ്റ് ചെയ്യുന്നത് എമർജിങ് മാർക്കറ്റുകളോട് മാത്രമല്ല, അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിക്കുന്ന അഡ്വാൻസ് രാജ്യങ്ങളോട് കൂടിയാണ് കോമ്പറ്റീഷൻ നിൽക്കുന്നത്. സോ നമ്മുടെ കോർപ്പറേറ്റ്സിനും കാര്യങ്ങൾക്കുമൊക്കെ തന്നെ പല രീതിയിലും സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചതിലും റെഗുലേഷൻ, ഗ്രോത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും എക്കോണമി വളരെ പ്രധാനപ്പെട്ട ഒരു ബഡ്ജറ്റായിരിക്കും എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് കാര്യങ്ങളും പറയുന്നു. മിഡിൽ ക്ലാസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് എവിടെയൊക്കെ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോക്കാം എന്താകുമെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല. ഏതായാലും വളരെ വൊളറ്റൈലായിട്ടുള്ളൊരു സെഷൻ തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. സോ ബഡ്ജറ്റിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ സെഷനിൽ, ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള സെഷനിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പൊസിഷൻസ് ലൈറ്റ് ചെയ്തിട്ട് മാറാവുന്നതാണ്. കാരണം ബഡ്ജറ്റ് വന്നതിന് ശേഷമുള്ള വൊളറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. ചിലപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബഡ്ജറ്റിലുള്ള പ്രഖ്യാപനങ്ങൾ പോരാ എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മാർക്കറ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും തരം പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് റീറെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സേഷനുമായിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ റേറ്റ്സോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സ്ലാബുകളോ അതൊക്കെ നമ്മുടെ മാർക്കറ്റ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണുള്ളത്. അതേസമയം റെയിൽവേ, കൺസ്ട്രക്ഷൻ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എല്ലാ ബഡ്ജറ്റിലും ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ തന്നെയാണ്. സോ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ, ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ്, റെയിൽവേയുടെ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഗൺ നിർമ്മാണം, വന്ദേ ഭാരത് പോലുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഏതെങ്കിലും തരത്തിലുള്ളത്, ഇതൊക്കെ റെയിൽവേ സെക്ടറിനെ ഫോക്കസിലേക്ക് കൊണ്ടുവരും. അതേസമയം ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം കഴിഞ്ഞ നവംബർ വരെ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ ബഡ്ജറ്റ് സ്പെൻഡിങ് മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. അതും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഇലക്ഷൻ ആയിരുന്നു, അതിനുശേഷം പല കാര്യങ്ങൾ കൊണ്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിചാരിച്ചതുപോലെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഒരു കാര്യം കൂടിയാണ്. അതിനുശേഷം ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ വന്നു മാർക്കറ്റിൽ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോഴാണ് RBI ഇറങ്ങി ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ കൺസ്ട്രക്ഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ, LNT അടക്കമുള്ള ഓഹരികൾ, കൺസ്യൂമർ സ്പെൻഡിങ്, ഗ്രാമതലത്തിലുമൊക്കെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് FMCG സ്റ്റോക്കുകളിലും മൂവ്മെൻറ്റുകൾ വന്നേക്കാം. സോ ഏതായാലും വളരെ വൊളറ്റൈലായിട്ടുള്ള സെഷൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അതിനും പുറമെ റിസൾട്ടുകൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അനന്തരാജ് അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ട് കൂടി ഇന്ന് വരാനുണ്ട്. സോ റിസൾട്ട് ഫ്രണ്ട് ഇന്ന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതേസമയം ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനി എന്ന് പറയുന്നത് 24 കമ്പനികളാണ്. അത് മിഡ് ക്യാപ്പിൽ അനന്തരാജാണുള്ളത്, സ്മോൾ ക്യാപ്പിൽ GR ഇൻഫ്രാസ് പ്രൊജക്ട്സ്, ജയപ്രകാശ് പവർ, വനിതി ഓർഗാനിക്സ്, ആർത്തി ഇൻഡസ്ട്രീസ്, മൈക്രോ ക്യാപ്പ് കമ്പനികളിലും ഓഹരികളുണ്ട്. സോ ഏതായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല. വളരെ നല്ല രീതിയിലുള്ള വൊളറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ബഡ്ജറ്റിനെ സംബന്ധിച്ചിട്ട് മാർക്കറ്റിന് ഓവർ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല, കറക്ഷൻസ് വന്നേക്കാം. അതുപോലെ പ്രീ ബഡ്ജറ്റിൽ മാർക്കറ്റ് എങ്ങനെ നീങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട ഈ വൈറ്റ് ഹൗസിൻ്റെ അനൗൺസ്മെൻറ്റ് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വന്നേക്കാം. ഏതായാലും താരിഫ് ഇമ്പോസ് ചെയ്യുമെന്ന് തന്നെയാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന തീരുമാനം. ഏതായാലും നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റെ പേരിൽ തന്നെ, സുശാന്ത് സുരേൻ എന്ന പേരിൽ തന്നെ ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ആപ്പ് സ്റ്റോറിൽ, അതായത് ആപ്പിൾ ഐഫോൺസ് ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം ORG കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ORG കോഡ് നിങ്ങൾ അതിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് എൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക. സോ അവിടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽസ് ഉണ്ട്. മാർക്കറ്റ് മാഗ്നറ്റ് എന്ന റെസിബി രജിസ്റ്റേർഡ് ഫേം ഉണ്ട്. എവിടെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ മാർക്കറ്റ് റിസർച്ചുകളും ഐഡിയാസും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ബഡ്ജറ്റ് ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ കോർ സെക്ടർ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ത്യയുടെ കോർ സെക്ടറിൻ്റെ ഗ്രോത്ത് ഡാറ്റ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. 4% കുറഞ്ഞിട്ടുണ്ട്. 5.3% അത് 4% കുറഞ്ഞിട്ടുണ്ട്. കോർ സെക്ടർ എന്ന് പറയുന്നത് ഒന്ന് കൽക്കരി, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസർ, സ്റ്റീല്, സിമെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇത്രയുമാണ് കോർ സെക്ടർ എന്ന് പറയുന്നത്. ഈ കോർ സെക്ടറിൻ്റെ ഗ്രോത്ത് ഏകദേശം 44%-ലധികം IIP ഡാറ്റയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അവിടെയാണ് 4% ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നത്. അതും കാര്യമായിട്ടൊരു പ്രശ്നമാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ ഏകദേശം 1.8% നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. അത് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ജനുവരി മാസം അടക്കം നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 4 മാസമായിട്ട് നിഫ്റ്റി നെഗറ്റീവ് റിട്ടേൺ ആണ്. ഫെബ്രുവരി കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ അല്ലെങ്കിൽ ഒരു 7 വർഷത്തെ ഡാറ്റ എടുത്താൽ പോലും എപ്പോഴും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ ആയിരുന്നു. അതും കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ബഡ്ജറ്റ് ഒരു പ്രധാനപ്പെട്ട പ്രതീക്ഷയാണ് മാർക്കറ്റിൻ്റെത്. അതെങ്ങനെയാവും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.